സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപയുടെ ആ ഒരു പദ്ധതിയിലോട്ട് നിങ്ങൾ അംഗങ്ങളായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി തൊട്ട് ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും. അതായത് ആർക്കൊക്കെയാണോ അപ്രൂവ് മെസ്സേജ് കിട്ടിയത് അവർക്കാണ് ഈ ഒരു എമൗണ്ട് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരുപാട് പേർക്ക് ഇപ്പോൾ റിട്ടേൺ ആയിട്ടുണ്ട്. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും റീസബ്മിറ്റ് ചെയ്തിട്ട് ആ ഒരു സ്റ്റാറ്റസും കൂടിയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അത് അപ്രൂവ് മെസ്സേജ് കിട്ടുക. നിങ്ങൾക്ക് എന്നാണോ അപ്രൂവ് മെസ്സേജ് കിട്ടുന്നത് അതിന് ശേഷമായിരിക്കും ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നത്. അതായത് നിങ്ങളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു രേഖകളിൽ എന്തെങ്കിലും പൊരുത്തക്കേട്, പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏജിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേട് വന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം റിട്ടേൺ ആയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആധാറിലെ നെയിമും അതുപോലെ നിങ്ങളുടെ SSLCയിലെ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ നെയിം രണ്ടും എന്തെങ്കിലും വ്യത്യാസമോ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് റിട്ടേൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും റീസബ്മിറ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും റീസബ്മിറ്റ് ചെയ്തിട്ട് അവർ വീണ്ടും അത് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്രൂവ് ആവും. നിങ്ങൾക്ക് അപ്രൂവ് ആകുമ്പോൾ നിങ്ങളുടെ ആ ഒരു അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു നമ്പറിൽ തന്നെ നിങ്ങൾക്ക് അപ്രൂവ് മെസ്സേജ് വരുന്നതായിരിക്കും. ഇനി അപ്രൂവ് മെസ്സേജോ അങ്ങനെ ഒരു കാര്യങ്ങളും നിങ്ങളുടെ ഫോണിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി നിങ്ങൾക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് അക്ഷയ മുഖാന്തരോ അല്ലെങ്കിൽ ഒരു കോമൺ സർവീസ് സെൻറ്റർ മുഖാന്തരോ നിങ്ങൾക്ക് പോയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് K-സ്മാർട്ട് വഴിയിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്നാണോ ഈ ഒരു അപ്രൂവ് ആയി കിട്ടുന്നത് അതിനുശേഷം മാത്രമായിരിക്കും ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് പെൻഡിങ് എമൗണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ നിന്നും കിട്ടുന്നതല്ല. ആർക്കൊക്കെയാണ് ഇപ്പോൾ അപ്രൂവ് മെസ്സേജ് വന്നിട്ടുള്ളത് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു പെൻഷൻ ഐഡിയും കൂടിയിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു പെൻഷൻ ഐഡി വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഇനി ഭാവിയിൽ അങ്ങോട്ട് ഇപ്പോൾ മസ്റ്ററിങ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഐഡി യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഇതിനൊരു കാലപരിധിയൊന്നുമില്ല. നിങ്ങൾക്ക് എന്നാണോ 35 വയസ്സാവുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം. 35 വയസ്സനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിലോട്ട് അംഗങ്ങളാവാൻ കഴിയുന്നത്. അതുപോലെ 60 വയസ്സിനുള്ളിൽ വരെയുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു പദ്ധതിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. 60 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു സ്കീമിൽ നിന്ന് മാറ്റി നിങ്ങൾക്ക് അവസാനം വാർദ്ധക്യ പെൻഷൻ അങ്ങനത്തെ ആ ഒരു പദ്ധതിയിലോട്ട് നിങ്ങളെ ആഡ് ചെയ്യുന്നതുമായിരിക്കും. ഇപ്പോൾ ചിലർക്കൊക്കെ അപ്രൂവ് മെസ്സേജ് വരുന്നത് ലേറ്റ് ആവുന്നുണ്ട്. അതായത് ആരൊക്കെയാണോ ആദ്യം ഇതിലോട്ട് അംഗങ്ങളായിട്ട് മാറിയത് അവർക്കായിരിക്കും ആദ്യമായിട്ട് ആ ഒരു അപ്രൂവ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ റിട്ടേൺ ആയിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെയായിട്ടുള്ളവർക്കും പിന്നീട് അപ്രൂവ് മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ ഒരു അപ്രൂവ് മെസ്സേജ് വന്ന ഇത്രയും അംഗങ്ങൾക്കായിരിക്കും ആദ്യത്തെ ആ ഒരു മാസത്തെ എമൗണ്ട് 1000 രൂപ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് അപ്രൂവ് ആയതിനു ശേഷം മാത്രമേ ഈ ഒരു എമൗണ്ട് കിട്ടുള്ളൂ. പിന്നെ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മാസം തൊട്ട് ഈ ഒരു എമൗണ്ട് ഇപ്പോൾ കിട്ടി തുടങ്ങിയെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പെൻഡിങ് എമൗണ്ട് ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നീട് പോകുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പെൻഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സർക്കാർ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ സർക്കാർ ജോബ്, അതായത് സ്ഥിരമായാലും താൽക്കാലികമായാലും കരാർ അടിസ്ഥാനത്തിൽ എങ്ങനെ ആയാലും അങ്ങനത്തെയൊക്കെ ആ ഒരു ജോലിയും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ പെൻഷൻ കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിലോട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു എമൗണ്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതായത് അപ്രൂവ് ആയവർക്ക് ഏത് നിമിഷവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈ ഒരു എമൗണ്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ജസ്റ്റ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.